KPSTA കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് നാളെ ചക്കരക്കല്ലിൽ തുടക്കമാകും. 4 ദിവസം സമ്മേളനം നീണ്ടുനിൽക്കും. നാളെ വൈകുന്നേരം സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വിളംബര ജാഥ നടക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം KPCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യുടെ ജില്ലാ സമ്മേളനം നമ്മുടെ യൂണിറ്റ്, ബ്രാഞ്ച്, ഉപജില്ല, വിദ്യാഭ്യാസ ജില്ലാ സമ്മേളനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയിട്ടാണ് ഇപ്പോഴും ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. ജനുവരി 8, 9, 10, 11 തീയതികളിലായിട്ടാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. 8-ാം തീയതി വിളംബര ജാഥയും അതിനുശേഷം പൊതുസമ്മേളനം ചക്കരക്കല്ലിൽ വെച്ച് നടക്കും. ചക്കരക്കല്ലിലെ ഗോകുലം ഓഡിറ്റോറിയമാണ് സമ്മേളനത്തിൻ്റെ പ്രധാന വേദിയായിട്ടുള്ളത്. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ചന്ദ്രൻ തില്ലങ്കേരിയാണ്. 9-ാം തീയതി നമ്മുടെ കൗൺസിൽ യോഗം നമ്മുടെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവും അംഗീകരിക്കും. 10-ാം തീയതിയാണ് സമ്മേളനത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവർകളാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തുടർന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം KPCC സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥും അതുപോലെ ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനം UDFൻ്റെ ചെയർമാൻ PT മാത്യു. 11-ാം തീയതി നടക്കുന്ന പ്രതിനിധി സമ്മേളനം KPSTA സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ മുഖ്യ ഭാഷണം നടത്തും. സമാപന സമ്മേളനം KPSTയുടെ സംസ്ഥാന ട്രഷറർ അനിൽ വട്ടപ്പാറ എന്നുള്ള രീതിയിലാണ് സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. ശനിയാഴ്ച 1000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള അധ്യാപക പ്രകടനവും നമ്മൾ നടത്തുകയാണ്. അപ്പോൾ ഇന്ന് പൊതുവിദ്യാഭ്യാസം എന്നുള്ളത് വളരെയധികം പ്രശ്നസങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. അധ്യാപക നിയമനം അംഗീകരിക്കപ്പെടാത്ത 16,000-ലധികം അധ്യാപകർ, അതോടൊപ്പം തന്നെ അധ്യാപകരെ ദിവസക്കൂലിക്കാരാക്കുന്ന സമീപനം സ്വീകരിക്കുന്ന രീതി, അതോടെ നമ്മുടെ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായിട്ട് നിഷേധിക്കുന്ന 2024 ജൂലൈയിൽ ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണ കമ്മീഷനെ പോലും നിയമിക്കാത്ത രീതിയിൽ മെഡിസെപ്പ് എന്നുള്ള ആനുകൂല്യം നമുക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത തരത്തിൽ മാറി എന്നത് മാത്രമല്ല, നമുക്ക് താല്പര്യമില്ലാത്ത ആളുകൾക്ക് അതിൻ്റെ അകത്ത് ഒഴിവാവാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നിഷേധിക്കുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലും ഉണ്ട്. ഒരു കാലത്ത് കുട്ടികൾ വർദ്ധിക്കുന്ന ഒരു പൊതുവിദ്യാഭ്യാസ മേഖല അധ്യാപക പാക്കേജ് നടപ്പാക്കിയതിൻ്റെ ഫലമായി അധ്യാപകർക്ക് നിയമന അംഗീകാരവും ശമ്പളവും നൽകിയതിൻ്റെ ഭാഗമായി മികച്ച പാഠപുസ്തകങ്ങൾ ഈ മേഖലയിൽ വന്നതോടുകൂടി പൊതുവിദ്യാഭ്യാസത്തിന് കുട്ടികൾ വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ രീതിയിലുള്ള ഇടപെടൽ ഇതിനെ ഒരു വലിയ ഒരു പ്രശ്നസങ്കീർണമായ രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ജില്ലാ സമ്മേളനം ഇവിടെ നടക്കുന്നത്. ജനുവരി 10-ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വൈകുന്നേരം അധ്യാപക പ്രകടനം നടക്കും. UK ബാലചന്ദ്രൻ, MK അരുണ, രജീബ് കാളിയത്താൻ, KK അനീഷൻ, MC രേഷ്കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മിഡ്കോ, ദി നെറ്റ് സോഫ്റ്റ്വെയർ പാർക്ക്, താണ, കണ്ണൂർ.